സോഷ്യൽ മീഡിയയിലെമ്പാടും മുഹമ്മദ് നിഹാദ് എന്ന് പറയുന്ന തൊപ്പിയെ ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളാണ്. ഈ പറയുന്ന തൊപ്പിയുടെ കേസും അതിനോടനുബന്ധിച്ച് വരുന്ന വാർത്തകളും ഈ പറയുന്നത് പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ അഭിപ്രായം ഓൺലൈൻ മീഡിയ വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ആഭ്യന്തരമന്ത്രി പറഞ്ഞ ഒരേ ഒരു കാര്യം, ഈ തൊപ്പിയെ ബന്ധപ്പെട്ട് വരുന്ന കേസിനെ പറ്റിയും അല്ലെങ്കിൽ MDMA യൂസേജിനെ പറ്റിയും ഇത്തരത്തിലുള്ള മോശം ചിത്രങ്ങളും അത്തരത്തിൽ ഉള്ള ഭയങ്കരമായിട്ടുള്ള വൾഗറായിട്ടുള്ള സെക്ഷുവാലിറ്റി ഫീൽ ചെയ്യുന്ന പല കാഴ്ചകളും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയും ലൈവ് സ്ട്രീമിലൂടെയും പുറത്തു വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പിയുടെ പേരിലും ഈ ഷമീർ മമ്മു ഉൾപ്പെടുന്ന തൊപ്പിയുടെ പണ്ടത്തെ മാർസെറ്റ് ഗ്യാങ്ങിനെ ബന്ധപ്പെട്ടുകൊണ്ടും പോലീസ് അന്വേഷണത്തിന് വേണ്ടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിയന്ത്രണത്തിൽ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. ഈ ഒരു കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല തന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഈ പറയുന്ന പോലെ ഈ നമ്മുടെ സൊസൈറ്റിക്ക് ഭയങ്കര റോങ് ആയിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കുന്നു. കുട്ടികൾക്ക് MDMA യൂസേജിനെ പറ്റിയും അല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ള പല വീഡിയോസും ഫുട്ടേജസും തന്റെ ഓൺലൈൻ മീഡിയ പേജിലൂടെ പുറത്തു വിട്ടുകൊണ്ട് സെക്ഷുവാലിറ്റി ഈ പറയുന്ന കുട്ടികളിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രഗ്സ് പരമായിട്ടുള്ള കാര്യങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കലും അനുവദിക്കുന്നതല്ല. ഇത്രയും റോങ് ആയിട്ട് പല മെസ്സേജസും നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഇവരെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ എത്രയും പെട്ടെന്ന് അകത്താക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി ഈ പറയുന്ന ആന്റി ഡ്രഗ് സ്ക്വാഡായിട്ടുള്ള തൂഫാൻ ഈ ഒരു സ്ക്വാഡ് ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവർക്കെതിരെയൊക്കെ ഒരു ആക്ഷൻ എടുക്കും എന്നുള്ള കാര്യം ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഇപ്പൊ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് തൊപ്പിക്കെതിരായിട്ട് മറ്റൊരു കേസും കൂടി ഒഫീഷ്യലി ഫയൽ ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, തൊപ്പി ഇപ്പൊ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒത്തിരി വീഡിയോസ് ഷമീറിനെയും മമ്മുവിനെയും ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു, എവിഡൻസ് എന്നുള്ള രീതിയിൽ. അതുപോലെ ഷമീറും മമ്മു ആയിക്കോട്ടെ തൊപ്പിയെ ബന്ധപ്പെട്ടും തങ്ങളുടെ ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒത്തിരി വീഡിയോസ് തൊപ്പി ഭയങ്കര ഈ പറയുന്ന സെക്ഷുവാലിറ്റി പോലുള്ള അല്ലെങ്കിൽ ഈ ബ്ലോ ജോബ്, ഈ ഡ്രഗ് യൂസ്, പിന്നെ കുറെ വോയിസ് മെസ്സേജസ്, അതും ഭയങ്കര വൾഗർ ആയിട്ടുള്ള പല വോയിസ് മെസ്സേജസും ഒക്കെ തൊപ്പിയുടെ ഭാഗത്തു നിന്നുള്ളതും ഈ പറയുന്ന മമ്മുവിന്റെ ഷമീറിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന തൊപ്പിയും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ പറയുന്ന ഒരു എം ആർ സെറ്റ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് അതിന്റെ ഭാഗമായിട്ടൊരു ഫൈറ്റ് വന്ന സമയത്ത് എവിഡൻസ് പുറത്തു വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് കൂട്ടരും പുറത്തേക്ക് വിട്ട ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ്, ഈ ഒരു കണ്ടന്റ് 18+ കണ്ടന്റ് ആണ്. ഇത് കുട്ടികൾക്ക് കാണാൻ പറ്റാത്തതും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ സാധിക്കാത്ത വിധം കണ്ടന്റുകളാണ് തൊപ്പിയും ഈ പറയുന്ന മമ്മു ആയിക്കോട്ടെ ഷമീർ ആയിക്കോട്ടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡ് ചെയ്തത്. പക്ഷെ ഈ പറയുന്ന രണ്ട് കൂട്ടരും 18+ ടാഗ് വെക്കാതെയാണ് ഈ ഒരു വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാവർക്കും അറിയുന്നത് പോലെ തൊപ്പിയുടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികളുടെയൊക്കെ വീഡിയോസ് കാണുന്ന ഭൂരിഭാഗം കുട്ടികൾ തന്നെയാണ്. അതായത് ഇവരൊക്കെ ആദ്യം ഗെയിമിങ്ങിലൂടെയാണ് വന്നത്. ഈ പറയുന്ന ഫ്രീ ഫയർ, പബ്ജി, പെസ് അത്തരത്തിലുള്ള ഗെയിമിങ്ങിലൂടെയാണ് ഇവർ ഈ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തൊട്ട് ഇവരെ ഫോളോ ചെയ്യുന്നത് ഈ 18 വയസ്സിന് താഴെയുള്ള ചെറിയ ചെറിയ കുട്ടികളാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നവരാണ്, കോളേജിൽ പഠിക്കുന്നവരാണ്. അപ്പൊ ഇവരൊക്കെ ഇത്തരത്തിലുള്ള ഡ്രഗ് യൂസും MDMA അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷലി വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു വൾഗാരിറ്റി സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഇവരുടെയൊക്കെ വീഡിയോന്റെ ഒരു മെയിൻ വ്യൂവർഷിപ്പ് വരുന്നത് ഈ ഒരു 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഭാഗത്തു നിന്നാണ്. അപ്പൊ 18+ കണ്ടന്റ് ആ ഒരു ടാഗ് ഈ ഒരു വീഡിയോക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു സൈബർ ക്രൈം തന്നെയാണ്. യൂട്യൂബ് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. യൂട്യൂബിലായിക്കോട്ടെ മറ്റു ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ വൾഗാരിറ്റി നമ്മൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് 18+ ടാഗ് ആ ഒരു വീഡിയോന് കൊടുത്തിരിക്കണം. ഒരു കണ്ടന്റ് നമ്മൾ അനലൈസ് ചെയ്ത സമയത്ത് അതിനകത്ത് സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ വൾഗാരിറ്റി, വയലൻസ്, രക്തം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ 18+ കണ്ടന്റ് ആണത്. അതൊരു നിയമമാണ്. ഈ ഒരു നിയമം കൂടി തെറ്റിച്ചിട്ടാണ് തൊപ്പി ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഈ ഒരു മോശമായിട്ടുള്ള ഇൻഫ്ലുവൻസിങ്ങിന്റെ ഭാഗമായിട്ട് ഡ്രഗ് യൂസേജ്, MDMA ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ട് കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാനും നോക്കി എന്നുള്ള രീതിയിലും ഒത്തിരി കുറ്റകൃത്യങ്ങൾ തൊപ്പിക്കെതിരായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ പോക്സോ കേസ് ഈ പറയുന്ന മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു, 18+ ടാഗ് കൊടുക്കാതെ വീഡിയോസ് അപ്ലോഡ് ചെയ്തു, ഈ പറയുന്നത് പോലെ ശാരീരികമായിട്ട് വരുന്ന ഉപദ്രവം ചെയ്തു,
ഇതുപോലുള്ള ഒത്തിരി കേസുകളാണ് ഇപ്പൊ തൊപ്പിക്കെതിരായിട്ടും തൊപ്പി ഗ്യാങ്ങിന് എതിരായിട്ടും വന്നിരിക്കുന്നത്. ഈ ഒരു കേസ് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നമ്മുടെ സൈബർ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവ് നമുക്ക് അടുത്ത നാളുകളിൽ തന്നെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ തൊപ്പിയെ ബന്ധപ്പെട്ടുകൊണ്ട് 1-2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഈ ഒരു ഇതിനെ തൊപ്പിക്കെതിരായിട്ട് ഒത്തിരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, നമ്മുടെ ഹനാൻ ഷാ ഉൾപ്പെടെയുള്ള ഏറ്റവും ഈ പറയുന്ന ഫാൻ ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് വരെയും തൊപ്പിക്കെതിരായിട്ട് ഇപ്പൊ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പലരും ഈ പറയുന്ന തൊപ്പി കണ്ടന്റുകൾ ഇനി അധികം ഇത്തരത്തിലൊരു വൾഗാരിറ്റി ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, സൊസൈറ്റിക്ക് റോങ് ആയിട്ടുള്ള മെസ്സേജസ് കൊടുക്കുന്ന, ഇത്തരത്തിലുള്ള കണ്ടന്റ് കൊടുക്കുന്ന വ്യക്തികളെ പൂർണ്ണമായിട്ടും അടച്ചു പൂട്ടണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവരൊക്കെ കാണിക്കുന്നത് ഭയങ്കര ചെറ്റ പരിപാടിയാണ്. കാരണം ഈ പറയുന്ന പോലെ ഇത്രയും മോശമായിട്ടുള്ള മെസ്സേജസ് അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള പിക്ചേഴ്സ്, വീഡിയോസ്, ഇതൊക്കെ ഓൺലൈൻ മീഡിയയിൽ വന്നിരുന്ന് കാണിക്കുന്നത് എന്ത് മര്യാദയുടെ പുറത്താണെന്നാണ് മനസ്സിലാവാത്തത്. ഈ പറയുന്ന പോലെ ഇവരൊക്കെ ഈ പൈസ കൊടുക്കുന്ന നമ്മൾ കുറെ പേര് പൊട്ടന്മാരാണ്. ഈ പറയുന്ന തൊപ്പിയുടെ വീഡിയോസും സ്ട്രീമിംഗ് ഒക്കെ കണ്ടിട്ട് ഈ ഒരു വൾഗാരിറ്റി ഒക്കെ കാണിക്കുന്ന ആ ഒരു വീഡിയോസ് ഒക്കെ കയറി കണ്ടിട്ട് 1000, 5000, 2500 ഒക്കെ വീതം കൊടുത്ത് എത്ര പേരുണ്ട്. ഇവരൊക്കെ ഈ കഷ്ടപ്പാട് കഴിച്ച് പണിയെടുത്തുണ്ടാക്കുന്ന പൈസ ഇവന്മാർക്ക് വെറുതെ ഈ കോപ്രായവും ഈ തോന്നിയാസവും ഈ ചെറ്റ പരിപാടിയും കാണിക്കുന്നതിന് ജിപേ ചെയ്ത് കൊടുക്കാനാണോ നിങ്ങൾ നിൽക്കുന്നത്? ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോസ് കണ്ടുവരെ സപ്പോർട്ട് ചെയ്യുന്നവർ കൂടി ചില കാര്യങ്ങൾ ചിന്തിക്കണം. ഈ പറയുന്ന പോക്സോ കേസ്, ഈ പറയുന്ന സെക്ഷൽ പരമായിട്ട് പല കുട്ടികളെയും ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡ്രഗ് യൂസേജ്, MDMA, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് നമ്മുടെ കുട്ടികളൊക്കെ ഇവരുടെ വീഡിയോസ് കണ്ടിട്ട്, നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളൊക്കെ ഇവരുടെ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ആയിത്തീരും? ഇതൊക്കെ കുറച്ചുകൂടി പാരന്റ്സും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പൊ പോലീസ് ഇവർക്കെതിരെ സജീവമായിട്ട് അന്വേഷിക്കുന്നുണ്ട്, എല്ലാ എവിഡൻസും കളക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എതിരെ, തൊപ്പിക്ക് മാത്രമല്ല, തൊപ്പിയെ ബന്ധപ്പെട്ട് വരുന്ന MRZ ഗ്യാങ്ങിലുണ്ടായ മമ്മു ആയാലും ഷമീർ ആയാലും ജാസി ആയാലും എല്ലാവരെയും ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ സൈബർ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു അന്വേഷണം പൂർത്തിയാക്കിയിട്ട് DGPക്ക് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. DGP ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്കും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. ഇവർക്ക് ഇടയിൽ ഡ്രഗ് യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. കാരണം ഇവർ പങ്കുവച്ച വീഡിയോയിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ള എല്ലാവിധ എവിഡൻസും ഉണ്ട്. അപ്പൊ അധികം വൈകാതെ തന്നെ ഇവർക്കുള്ള അറസ്റ്റ് വാറന്റും വരുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ള സ്ട്രീമിംഗ് ജയിലിൽ പോയി ചെയ്യട്ടെ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ പറയുന്ന പോലെ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു സൊസൈറ്റിയിൽ ചെയ്തു കൂട്ടിയവന്മാരെ ഇനിയും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ഓൺലൈനിൽ സ്ട്രീമിംഗിൽ ഇരുന്ന് സമ്പാദിക്കാനായിട്ട് അഴിച്ചുവിടണം. ഇവരിനിയും ഇതേ പരിപാടി തന്നെ വീണ്ടും ചെയ്യും. ഒത്തിരി പെൺകുട്ടികളുടെയും ഒത്തിരി കുട്ടികളുടെയും ജീവിതം ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു കേസിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ഇവർക്കെതിരായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും കളക്ട് ചെയ്ത് ഇവരൊക്കെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്